കണ്ണൂരിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎഇയിൽ നിന്നെത്തിയ വയനാട് സ്വദേശിക്കാണ് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചത്. വയനാട് സ്വദേശിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റൊരാൾക്കും എംപോക്സ് രോഗബാധയെന്ന് സംശയമുണ്ട്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ കല്യാട്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എംപോക്സ് സ്ഥിരീകരിക്കുകയാണ്. രോഗിക്ക് എങ്ങനെയുണ്ട്? സുജിയ, എംപോക്സ് ബാധ സ്ഥിരീകരിച്ച രോഗി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ ഇയാളോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം യുഎഇയിൽ നിന്ന് എത്തിയിട്ടുള്ള മറ്റൊരാൾക്കും എംപോക്സ് രോഗ സംശയമുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അയാളുടെ സ്രവം ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം മാത്രമാണ് അതിനകത്തൊരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ഈ വ്യക്തിക്ക്, അതായത് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചതോടുകൂടി ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയെ കൂടി ഇപ്പോൾ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം പരിയാരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ അദ്ദേഹത്തെയും ചേർക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എംപോക്സ് രോഗബാധ ഉണ്ടാവുന്നത്. വലിയ രീതിയിലുള്ള ഒരു സമ്പർക്കമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇവർ, അതായത് ഈ കണ്ണൂർ സ്വദേശിയും വയനാട് സ്വദേശിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾ മറ്റെവിടെയും സമ്പർക്കമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആരൊക്കെ ആയിട്ടാണ് സമ്പർക്കം ഉണ്ടാക്കിയിട്ടുള്ളത് അവരോടുൾപ്പെടെ നിരീക്ഷണത്തിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും എന്തായാലും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തുടർന്ന് സ്വീകരിക്കേണ്ടുന്ന ആരോഗ്യ വിഭാഗം സ്വീകരിക്കേണ്ട വയനാട് സ്വദേശിക്കാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.